പക്ഷേ ടി കെ രാജഗോപാൽ, ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് പോവുകയാണ്. 3 പേർ ഇതിനകം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരികയാണ്. നാളെ ഇപ്പോൾ പോറ്റിയുടെ 1-ാം പ്രതിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസമാണ്. പ്രതികൾ മുഴുവൻ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ അന്വേഷണത്തിലുള്ള സാധ്യത എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നില്ല. SIT ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണോ? അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? സ്മൃതി, ഞാൻ മനസ്സിലാക്കുന്നത് SIT താൽക്കാലികമായി നിർത്തിയിടത്തു നിന്ന് ED തുടങ്ങിയിരിക്കുന്നു. അതായത് SIT താൽക്കാലികമായിട്ടുള്ള അന്വേഷണം നിർത്തിയിരിക്കുന്നു. അവരിനി കുറ്റപത്രം തയ്യാറാക്കുന്ന തിരക്കിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് ഇന്നത്തെ ദിവസം ED കേസിലേക്ക് കടന്നിരിക്കുന്നു. ED അവർ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മുരാരി ബാബു 90 ദിവസം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തേക്ക് പോയി. അതേപോലെ തന്നെ 2 എക്സിക്യൂട്ടീവ് ഓഫീസർമാരും AO ആയിരുന്ന ശ്രീകുമാറും പുറത്തേക്ക് പോയ സമയത്ത് അവരെ സത്യത്തിൽ 50 ദിവസം 42 ദിവസമൊക്കെ അവർ ജയിലിൽ കിടന്നിരുന്നുള്ളൂ. പക്ഷെ അവരുടെ പേര് തെളിവില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ആ ശ്രീകുമാറിന് നോട്ടീസ് പോയിട്ടുണ്ട്. ഈ ശ്രീകുമാറിന് ഇപ്പം നോട്ടീസ് പോയെന്നാണ് കാണുന്നത്. മുരാരി ബാബുവിനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് SIT കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. കേസ് SIT വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ചില പരിമിതികളുണ്ട് അവരുടെ ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഇതിനായിട്ട് EDയുടെ സഹായം എന്ന് പറഞ്ഞാൽ, ഈ പണം ഉപയോഗിച്ച് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത ഈ സ്വർണ്ണക്കൊള്ള, ഈ പണം ഉപയോഗിച്ചിട്ട് ഇവരെന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അനധികൃതമായ സ്വത്ത് സമ്പാദനം, PMLA ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾ ആരും രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം എന്ന് പറഞ്ഞപ്പോൾ 13 പേരെയാണ് ഇതിനകത്ത് അറസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ 9 പേര് ജയിലിലുണ്ട്. അതിൽ 3 പേര് പുറത്തേക്ക് പോയി. ജയശ്രീ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്തിലെ പരമപ്രധാന കണ്ണിയായ ജയശ്രീ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കേസിൻ്റെ സ്ഥിതി നിൽക്കുന്നത് ഇപ്പോഴും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇനിയും 5 പേരുണ്ട്. 2 FIR-ലായിട്ട് 5 പേരുണ്ട്. ഈ 5 പേരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിൽ ഇപ്പോൾ ചോദ്യം ചെയ്ത് നിർത്തിയിരിക്കുന്ന പ്രശാന്തുണ്ട്. ദേവസ്വം ഇപ്പോഴത്തെ കഴിഞ്ഞുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തുണ്ട്. അതേപോലെ തന്നെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ജയശ്രീയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയും 2 പേരൂടെ വരാനുണ്ടെന്നാണ് പറയുന്നത്. അത് അപ്രതീക്ഷിതമായിട്ട് 2 പേരൂടെ ഇതിനകത്തിലേക്ക് കടന്നു വരുമെന്നാണ് പറയുന്നത്. EDയുടെ ഇന്ന് പോയ റിപ്പോർട്ടിനകത്തിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല എൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. മുമ്പ് ബഹുമാനപ്പെട്ട MLA പറയുന്നത് രണ്ടും ശരിയാണ്. ഇതൊന്നും നമ്മുടെ മുമ്പിലില്ല, ഒരു രേഖകളും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ SITയുടെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെയും ചില പരാമർശങ്ങൾ, ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങൾക്കകത്ത് നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നതും പിന്നെ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ കിട്ടുന്ന ചില കാര്യങ്ങളുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12 പേരുണ്ടാകും. 12 പേരെ കൂടി ഇനി മുരാരി ബാബു അടക്കം EDക്ക് ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് അന്വേഷണങ്ങൾ വേണ്ടി വരും. അപ്പോൾ ED ആയിരിക്കും ഇനിയിപ്പോൾ പ്രധാന റോഡിലേക്ക് വരാൻ പോകുന്നത്. ED ആയിരിക്കും. അപ്പോൾ പ്രതികളൊക്കെ അങ്ങനെ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയെന്ന് കരുതിയിട്ട് അവരാരും ഈ കേസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം നാളെയാണ് വരുന്നത്. നാളെ വരുമ്പോഴത് പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ വിശദമായ വാദം കേൾക്കണമെന്നാണ്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആ ജാമ്യം എടുത്തേനെ. വിശദമായ വാദം കേൾക്കണം. തീർച്ചയായിട്ടും SIT അതിന് വേണ്ട പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ കരുക്കളുമായിട്ടേ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോറ്റിയെ പോലെ ഒരാളിനെ അങ്ങനെ വിടാനൊക്കത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടായിരിക്കും നാളെ SIT അവരുടെ പ്രോസിക്യൂഷൻ്റെ വാദം അവിടെ അവതരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ മുമ്പേ ഈ MLA പറഞ്ഞ കൂട്ടത്തിൽ അവർക്കറിയാം കാര്യങ്ങൾ എന്താണെന്നുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ടത്തിൽ 2 ബെഞ്ചുകളാണ് അന്വേഷിക്കുന്ന ബെഞ്ച് ഒന്നുണ്ട്, പിന്നെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നു. അപ്പുറത്തുനിന്ന് ജാമ്യം നൽകുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്നാകട്ടെ നിരവധി തവണ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതാണ് രണ്ട് കൂട്ടർക്കും ആയുധമാകുന്നത്. ആയുധമാണ് അത്. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് തന്നെയാണ്. ആ ജാമ്യം കേൾക്കുന്ന ബെഞ്ചിനെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ പറ്റും, കാരണം നിയമസഭയുടെ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇച്ചിരി കടത്തിയൊക്കെയാണ് സംസാരിക്കുന്നത്. ജാമ്യം കേട്ട ബെഞ്ചിന് ഇത്തരം കാര്യങ്ങളിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി ലക്ഷ്യമായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അദ്ദേഹത്തിന് പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. SITയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിനോട് ആൻസറബിൾ ആയാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കൽപേഷ് 2-3 സാക്ഷി പട്ടികയും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തിൽ നമ്മൾ കാണാതെ പോയ ചില കഥാപാത്രങ്ങളുണ്ട്. കൽപേഷ് എന്നൊരു കഥാപാത്രമുണ്ട്. കൽപേഷാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ്
പ്രതികളുടെ സഹായികളായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. കൽപേഷാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ സാധനം സ്വർണം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഗോവർദ്ധന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരാളാണ് രമേശ് റാവുവും അനന്ത സുബ്രഹ്മണ്യനും. ഈ രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോറ്റി എവിടെയുണ്ടോ, നമ്മുടെ ലൈഫ് ബോയ് എവിടെയുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. പോറ്റി എവിടെയുണ്ടോ അവരുടെ പോറ്റിയുടെ ഇടത്തും വലത്തുമായിട്ട് നിൽക്കുന്നവരുടെ കഥാപാത്രങ്ങളാണ്. പോറ്റി ആരെയെല്ലാം എവിടെയെല്ലാം കൊണ്ട് കയറ്റിയിട്ടുണ്ടോ ഇവർ രണ്ടുപേരും രണ്ട് വശങ്ങളിലുണ്ട്. എവിടെ പോയാലും ഇവർ രണ്ടുപേരും വശങ്ങളിലുണ്ട്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ അജ്ഞാതരായിട്ട് നിൽക്കുകയായിരുന്നു. നമുക്കും സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇവരെ ഒന്നും ചോദ്യം ചെയ്യുകയോ പിടിക്കുകയോ ചെയ്യാത്തതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ പ്രകാരം ഇവരും സാക്ഷിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്വർണം റിക്കവറി ബുദ്ധിമുട്ടായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് VSSCയുടെ പരിശോധനാ റിപ്പോർട്ട് വരുന്നത്. VSSC കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പാളികൾക്കകത്ത് രാസപരമായ ഘടനാമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. 5.5 കിലോ സ്വർണ്ണത്തിൽ അതിനകത്തിൽ നിന്ന് ഇപ്പം 1/2 കിലോ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. 1/2 കിലോ തിരിച്ചിട്ട് ബാക്കിയുണ്ട് 4-4.5 കിലോ സ്വർണം അതിൽ നഷ്ടപ്പെട്ടു. സ്വർണം ചെമ്പടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് നിന്ന്. അതെങ്ങനെ തിരിച്ചു കണ്ട്? അവിടെയാണ് ഈ സാക്ഷിപ്പട്ടിക ഇത് വിപുലപ്പെടുത്തുന്നത് തോന്നുന്നു. ഇവർ ഒരു പക്ഷേ ദൃക്സാക്ഷികളാണ്. ഇവർ കൊണ്ടുപോയ ആളുകളാണ്. രമേശ് റാവും ആണ് ഇതൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്, ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ മൊഴി അവരെ സാക്ഷിപ്പട്ടികയിൽ വരുത്തി കഴിഞ്ഞാൽ EDക്ക് ഇക്കാര്യത്തിൽ വളരെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട് ആരും പോകുന്നില്ല. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ ഒരു വാസുദേവനുണ്ട് ഇതിനകത്തിൽ, മറ്റേ പീഠം അടിച്ചുകൊണ്ട് പോയ വാസുദേവനുണ്ട്. പീഠം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നെന്ന് പറഞ്ഞിട്ട് ആണല്ലോ അത് പിന്നെ എടുത്തിട്ട് പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ആ കഥാപാത്രവും വന്നിട്ടില്ല. അയാൾ ഒരു പക്ഷേ സാക്ഷിപ്പട്ടികയിൽ വരാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ EDക്കാണ് ഇനി ഒരു പ്രധാന റോള് വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.